അവസാന സ്വാഭാവികമായും സർക്കാരിന് വരുമാനം വേണം. അതിനുള്ള ഒരു അവസരം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കുറച്ചു നാളുകളായി, അതായത് പ്രളയകാലം ഉണ്ടാകുന്നു, അതിനുശേഷവും പ്രളയത്തിന് സമാനമായ തരത്തിൽ വീണ്ടും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് കോവിഡ് എന്ന മഹാമാരി, ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിലൊന്നും ആർക്കും വിയോജിപ്പുണ്ടാകില്ല. പക്ഷേ അതിൽ നിന്ന് കരകയറുവാൻ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും അധികം പ്രതിഷേധമുയർത്തുന്ന ഒന്നായിരുന്നു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നു, അന്താരാഷ്ട്ര വിപണിക്ക് അനുസൃതമായ അല്ല വില വർദ്ധിപ്പിക്കുന്നത് എന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങൾ. ഇവിടെ സംസ്ഥാന ബജറ്റിലേക്ക് വരുമ്പോഴും അതേ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടക്കം നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ, അതായത് മധ്യവർത്തിയെയോ അല്ലെങ്കിൽ ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെയോ മാത്രം ബാധിക്കുന്നതല്ല, പാവപ്പെട്ടവരെ പോലും നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് നികുതി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഇടത് നയം അല്ലെങ്കിൽ ഇടത് സർക്കാരിന് ചേരുന്ന ഒന്നാണോ? എനിക്ക് ആദ്യം പറയാനുള്ളത്, കേരളം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമല്ല. ഫെഡറൽ സിസ്റ്റം നിലകൊള്ളുന്ന ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ്. അതെ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും കേരളത്തിന് വേണ്ട എന്ന നിലപാടിനോട് ഏത് തരത്തിലാണ് യോജിക്കാൻ പറ്റുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നമ്മളാരും അത് ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, അതാരാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ അല്ല, ഞാനത് പറയുന്നതിന് കാരണമുണ്ട്. വെറുതെ അങ്ങനെ പറയല്ലോ. അപ്പൊ കേന്ദ്രത്തെ അവതരിപ്പിച്ച ബഡ്ജറ്റില് കേരളത്തിന് എന്ത് ആനുകൂല്യം നൽകിയത്? നിങ്ങളൊന്ന് പറഞ്ഞേ. കേരളത്തിലെ ഒരു ശത്രു രാജ്യത്തോട് കാണിക്കുന്ന എന്താ പറയാ, ഒരു മര്യാദ പോലും കേരളത്തോട് കാണിച്ചില്ല. ഇന്നലെ ഇന്നുമായിട്ട് സംഭവിച്ചത് എന്താണ്? ഇപ്പൊ GSTയുടെ കോമ്പൻസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കോടതി പോകേണ്ട ഗതികേടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വികസനത്തിന് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന പാര അവിശ്വസനീയമായിട്ടുള്ള ദ്രോഹമാണ്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വരുമാനമുള്ളതിനേക്കാൾ കൂടുതൽ ചെലവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആരോപിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇന്ധനവില വർദ്ധിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ തീവെട്ടിക്കുള്ള കഴിഞ്ഞ 8.5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരുണ്ട്. -0 വരെ ഒരു സമയം കോവിഡ് കാലത്ത് ഈ ഇന്ധനവില താന്നിട്ടും 1 രൂപയുടെ ആനുകൂല്യം പോലും ഈ രാജ്യത്തിന് നൽകിയില്ല. 33% ടാക്സ് ആണ്. കേന്ദ്രം അങ്ങനെ ചെയ്താൽ കേരളത്തിനും ഇത് ചെയ്യാം എന്നുള്ളതാണോ ഈ ഒരു ന്യായം? അല്ല, ഞാൻ ആ അന്യായമായ ചോദ്യമാണ് നമ്മൾക്കുള്ള മറുചോദ്യം. അതായത് 50-52 രൂപയ്ക്ക് ഇന്ന് നിലവിൽ കൊടുക്കാവുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങള് 95-104 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ആ കൊള്ളയ്ക്ക് യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഒരു പ്രതിഷേധവും അർപ്പിക്കാതെ കണ്ട് വിഭവ സമാഹരണത്തിന് വേണ്ടി അടിയന്തരമായിട്ട് ലഭിക്കേണ്ട പണം, അത് തന്നെ അത് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ഈ 2 രൂപ വെച്ച് കൂട്ടിയിരിക്കുന്നതിനെ കേരളത്തിലെ പൊതുസമൂഹം നിഷേധിക്കും, അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് പറയുന്നതൊക്കെ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ ചമയ്ക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. ഇതൊരു മാധ്യമം കേരളത്തിലെ മാധ്യമങ്ങൾ ചമയ്ക്കുന്നതല്ല ശ്രീ റെജി ലൂക്കോസ്. ഈ ബജറ്റ് വന്നതിന് ശേഷം കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണങ്ങൾ എത്രയോ ന്യൂസ് 18 അടക്കം മറ്റ് ചാനലുകൾ അടക്കം സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആവർത്തിച്ചല്ലോ, അതായത് വിഭവ സമാഹരണം വേണം, നികുതി സമാഹരണം വേണം. മാത്രമല്ല, താങ്കൾ തന്നെ സൂചിപ്പിച്ചു, അതായത് വരവിനേക്കാൾ ഏറെ ചെലവുള്ള ഒരു സംസ്ഥാനമാണ് എന്ന്. ഈ കേന്ദ്രം വിചാരിച്ചാൽ നടക്കാത്ത കുറെ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാം. ഈ ധൂർത്ത് ഒഴിവാക്കാം. മിനിമം അതെങ്കിലും ചെയ്തിട്ട് മറ്റുള്ളവരോട് മുണ്ടുമുറുക്കി ഉടുക്കൂ എന്നല്ലേ സർക്കാർ പറയേണ്ടത്? അഭിലാഷ്, ഏറ്റവും കൂടുതൽ എന്നെ സംസാരിക്കാനിരിക്കെ അതാണ് അതിനകത്ത് കാര്യം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാര്യം. നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം, 3300 രൂപ കടമെടുക്കാനുള്ള അവകാശമുള്ള കേരളത്തില് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത് 920 കോടി രൂപ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കിഫ്ബി എന്ന് പറയുന്ന ഒരു മാജിക്കൽ സാമ്പത്തിക സ്രോതസ്സിനെ തോമസ് ഐസക് സാറിന്റെ ഒരു വലിയ എന്താ പറയുക സ്വപ്ന പദ്ധതി, കേരളത്തിൽ 70,000 കോടി രൂപയുടെ പദ്ധതികൾ, അതിൽ 26 കോടി രൂപ നൽകി കഴിഞ്ഞു. 64,000 കോടി രൂപയുടെ മറ്റു പദ്ധതികൾ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കിഫ്ബിയെ കേരളത്തിലെ പൊതുകടവുമായിട്ട് ബന്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിനോട് ചെയ്യുന്ന ഇത്രയ്ക്കും വലിയ ദ്രോഹം വേറെ ഉണ്ടോ? ഷാർഗൻ സാർ അതിനെക്കുറിച്ച് മറുപടി പറയും, കാരണം അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഈ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് ഉണ്ടായതാണ്. അപ്പൊ കേരളത്തിനെ മുച്ചൂട് തകർക്കാൻ, കേരളം സ്വയം ആർജിക്കുന്ന നേട്ടങ്ങളെ പോലും തകർത്ത് കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ വളർച്ചയ്ക്കുണ്ടാകുന്ന ആഘാതം എത്ര വലുതാണ്. എന്നാൽ പോലും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ സൂചിക 12.1, കേന്ദ്ര സർക്കാരിന്റെ അത് 7.9 തന്നെയാണ്. നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രതിപക്ഷം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിന്റെ ഭീമമായ കടബാധ്യതയാണ് കേരളം മുടിഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിനെ അധിക്ഷേപിക്കുക, ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ പൊതുകടം ഈ ഏറ്റവും ലേറ്റസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ റിവ്യൂവിൽ വന്നിരിക്കുന്നത്
കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശരാശരി നോക്കുമ്പോൾ 2.8% മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ അതിൽ 11, യു പിയിൽ 33%. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അന്തർദേശീയ നിലവാരത്തിലുള്ള ഏത് വികസിത രാജ്യത്തിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള വികസനങ്ങളും ജീവിത സാഹചര്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഏതാണ്ട് തന്നെ അതിന്റെ അടുത്തെത്തി. അതല്ല ഈ 6.5 വർഷക്കാലം കൊണ്ട് ഈ ഇടതുപക്ഷ രാജ്യത്തിനുള്ള സർക്കാർ നേടിയെടുത്ത നേട്ടങ്ങളാണ്. കോവിഡ് പോലുള്ള മഹാമാരികള്, പ്രളയം, നിപ, ഇത് കേട്ടു. ഇത്തരത്തിൽ കേരളത്തിൽ തിരിച്ചടികളുടെ ഒരു പരമ്പര വന്നിട്ടും ഒരു മനുഷ്യനെ പോലും പിന്നെ പട്ടിണി ഇടാണ്ട് സംരക്ഷിച്ച് അവന്റെ ജീവിത സൗകര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാതും കണ്ണും എന്താ പറയാ ശ്രദ്ധയോടുകൂടി കാട്ടിയ ഒരു സർക്കാരിനെ വിഭവം അല്ലെങ്കിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനം ആവശ്യമായി ചെറിയ രീതിയിലുള്ള ടാക്സ് കൂട്ടിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് വിമർശിക്കുന്നത്? ഇതൊക്കെ ചെറിയ നിലയിലുള്ളതാകുന്നത് ഞാൻ ചോദിച്ചല്ലോ. ഇത് താങ്കൾ ഈ പറയുന്നത് പോലെ സമ്പന്ന വിഭാഗങ്ങളെ ബാധിക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാം. ഇതിപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ നികുതി. ഇപ്പോൾ ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്ത് അതും സാമൂഹ്യ സുരക്ഷാ സെസ്സാണ് ഏർപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ വില വരെയുള്ള 2 വീലറുകൾക്ക് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് ഉൾപ്പെടെയൊക്കെ നികുതി ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ സാധാരണക്കാരൻ ആയിട്ടുള്ള ജനങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണിത്. അവിടെ ഒരാൾ 2 വീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു 4 വീലർ ഏറ്റവും കുറഞ്ഞത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് വീണ്ടും നികുതി ഭാരമാണ് നൽകുന്നത് ഈ സർക്കാർ. പിന്നെ അഭിലാഷ് ഡൽഹിയിലേക്ക് ജീവിച്ചല്ലേ? അത്യാവശ്യം ഡൽഹിയിലേക്ക് ഞാനും കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാം, നികുതി ഇല്ലാത്തൊരു രാജ്യം ഈ ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് വികസന പ്രവർത്തനം ഉണ്ടാക്കുന്നത്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റ്സിന് നികുതി പണം തന്നെ ഉപയോഗിക്കുന്നത്. ഈ വാഹനങ്ങൾ മേടിക്കുന്ന ആളുകളിൽ നിന്നും ഇതുപോലെ നികുതി വർദ്ധിപ്പിച്ചു എന്ന് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിക്കാൻ പറയുമ്പോൾ പിന്നെ എവിടുന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനൊരു മറുപടി വേണ്ട. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ വിഷമതകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്കറിയാം 2000 കോടി രൂപയാണ് വില നിയന്ത്രണത്തിന് വേണ്ടി സർക്കാർ മാറ്റി വെച്ചിരിക്കുന്നത്. 2000 കോടി രൂപ. റബ്ബർ കർഷകരെ കുറിച്ചുള്ള ആദ്യഘട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിലെ റബ്ബർ കർഷകർ എന്ന് പറയുന്നത് ആസിയാൻ കരാറിലൂടെയും ഘാട്ട് കരാറിലൂടെയും ഇതൊക്കെ അല്ലെങ്കിൽ കട്ട് ചെയ്തത് പിന്നെ കേന്ദ്ര UPA സർക്കാരാണ് കേരളത്തിലെ റബ്ബർ കർഷകരെ നടുവൊടിച്ചത്. റബ്ബർ ബോർഡിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന NDA സർക്കാരും BJP സർക്കാരും. എന്നിട്ടും 600 കോടി രൂപ, കഴിഞ്ഞ വർഷം 500 കോടിയായിരുന്നു, 600 കോടി രൂപ റബ്ബർ കർഷകരെ സഹായിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. കർഷക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ഞാൻ നമ്മുടെ ഓരോ തവണ എടുത്തു പറയാം. അതുപോലെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഈ സർക്കാർ കാണുന്ന ജാഗ്രതയിൽ ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനെയൊക്കെ മറന്നുകൊണ്ട് അല്പം ടാക്സ് കൂട്ടിയതിനെ കുറിച്ച് നിങ്ങൾ വിമർശിച്ച് കേരളം ദുരിതത്തിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിന് അപ്പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് കൂടി കമ്പയർ ചെയ്യേണ്ടി വരും. തീർച്ചയായും ശ്രീ രജി ലൂക്കോസ്, ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ